ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ചുകൂടെ നമ്മളെ ഗാർഡൻ ഒന്ന് ശരിയായിട്ടോ. ഇപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് മൊത്തം സെറ്റപ്പൊക്കെ മാറ്റി ഒന്ന് വാട്ടർ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുകയാണ്. ഇത് കുറേ ദിവസത്തെ പണിയാണ്. ഇത് ഒരു ദിവസത്തിൽ നടന്ന് തീരില്ല. ഇലകളൊക്കെ ചെറുതായിട്ട് കിളിർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടാൽ നല്ല ഈസിയാണ് തോന്നുമെങ്കിൽ വല്ലാത്ത പണിയാണ് കേട്ടോ. മേലനങ്ങണം കുറേ കൂലിപ്പണി രാജൻ കൂലിപ്പണി. സാറ്റർഡേ മൊത്തം ഞങ്ങൾ അപ്പുറത്തെ സൈഡ് ഉണ്ടായിരുന്ന കല്ലുകളൊക്കെ ഇങ്ങനെ മാറ്റി കുറച്ച് അറേഞ്ചൊക്കെ ചെയ്ത് ഇനി ബാക്കിയുള്ളതും കൂടെ ചെയ്യാനാണ് ഒരാളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ തക്കുടുവാവയ്ക്ക് ഉറക്കം വന്ന് അങ്ങ് ഉറങ്ങി. അപ്പോൾ വീടിനെ ഒരു അലങ്കോലപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാണ്ട് എൻ്റെ പണിയിലേക്ക് ഞാൻ ഇറങ്ങിയാൽ എനിക്ക് കാര്യം നടക്കും. അവളൊരു 2 മണിക്കൂർ നാപ്പ് ചെയ്യും. ആ സമയത്താണ് ഞാൻ പെട്ടെന്ന് ഈ ചോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നത്. ഒന്ന് ആദ്യം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ കുക്കിംഗ് തുടങ്ങുന്നത്. അപ്പോഴേ എനിക്കൊന്ന് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്യൂരിയസ് അല്ലെങ്കിലും കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്താലേ പണി നടക്കുള്ളൂ. 2 മണിക്കൂറല്ലേ ഉള്ളൂ. ഫ്രിഡ്ജിലുള്ള സകല സാധനം പുറത്തെടുത്ത് വെച്ചാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ വിചാരിച്ചു ഒരു ക്യാബേജ് തോരനും പിന്നെ ഒരു ഫിഷ് ഫ്രൈക്ക് വേണ്ടി മസാല പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അതിനൊരു കർണാടക സ്റ്റൈൽ ദൊന്നെ ബിരിയാണി വിത്ത് മഷ്റൂം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഹസ്ബൻഡ് ഫിഷ് കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ ലെമൺ റൈസ് ഒന്ന് സെപ്പറേറ്റ്ലി പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്ര കാലം ഇടണം? ഞങ്ങൾ ലാസ്റ്റ് സമ്മറിൽ വാങ്ങിച്ച ചെറിയ പെബിൾ സ്റ്റോൺസ് ആണ്. ഇത് നല്ല ചെളി വന്നിട്ട് ഡേർട്ടി ആയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒന്ന് കഴുകിയെടുക്കണ്ടായിരുന്നു. കല്ലൊക്കെ മാറ്റിയപ്പോൾ തന്നെ നല്ല ലുക്കുണ്ട്. ഇനി ആ ഫുൾ പേരനായിട്ടിരിക്കുന്ന സ്ഥലം മൊത്തം ഗ്രാസ് വരും. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴല്ലേ എനിക്ക് വലുതാവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. വലുതായപ്പോഴല്ലേ മനസ്സിലായത് ഇത്രയും പണിയെടുക്കാനുണ്ടെന്ന്. ആരും മീൽ പ്രിപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇതൊരു വളരെ നല്ല ഓപ്ഷനാണ്. നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് കുറേ സമയം കിട്ടും. വീക്ക് ഡേയിൽ ഫുൾ ടൈം കിച്ചണിൽ തന്നെ കിടക്കുവാണെന്ന് തോന്നില്ല. പ്രെപ്പ് എന്ന് പറയുമ്പോൾ അത് ഫുൾ വീക്കിനുള്ളതല്ല. ഒരാൾക്ക് ഒരു ഫുൾ വീക്കിൽ സെയിം സാധനം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ഇത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേക്കുള്ള പ്രിപ്പറേഷനാണ്. ആൻഡ് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേക്കുള്ളത് ഞാൻ വെനസ്ഡേ ഉണ്ടാക്കും. ഇനി ഒരു ഇതായപ്പോൾ തന്നെ മോൾ എണീറ്റു. അപ്പോൾ പിന്നെ എനിക്ക് ക്രയോൺസ് വേണം, സ്കെച്ച് പെൻ വേണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഡിബേറ്റിന് വന്നു. അങ്ങനെ ഒരു പേപ്പറും പെന്നും ഒക്കെ കൊടുത്ത് അവിടെ പറഞ്ഞു വിട്ടു ഒരു സ്ഥലത്തിരിക്കാൻ. മീൽ പ്രെപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മൾ തീരെ കിച്ചണിലോട്ട് കയറുന്നില്ല എന്നല്ല അർത്ഥം. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനോ ചായ ഉണ്ടാക്കാനോ ഒക്കെ അതൊന്നും പ്രെപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചായ ഉണ്ടാക്കാനൊക്കെ കയറും. വൈകുന്നേരത്തെ ചായ, പിന്നെ പലഹാരങ്ങൾ എന്തെങ്കിലും ഈ സ്നാക്സ് പോലെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ. പക്ഷേ ഫുൾ ടൈം ഇത് മാത്രമല്ല, നമ്മൾ ലഞ്ചും ഡിന്നറും ഒക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വർക്കിംഗ് മദേഴ്സ് കിച്ചണിൽ നിന്ന് പിന്നെ പുറത്തിറങ്ങാൻ ഒരു സമയം ഉണ്ടാവില്ല. ചില സമയം നമ്മൾ 2 ആൾ എക്സ്ട്രോസ്റ്റ് ആവും. അപ്പോൾ ഞങ്ങൾ ആ സമയം പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാറുമുണ്ട്. കുക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് വേറെ കഥയാണ് കേട്ടോ. ഞങ്ങൾക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹെൽപ്പ് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ പ്രെപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സമയം ലാഭിച്ച് കിട്ടും. പിന്നെ പറ്റുമെങ്കിൽ ഒരു ഡിഷ് വാഷർ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. കുറേ പാത്രമുള്ള സമയത്ത്. ഒരു ദിവസം ഈ സാധനം വർക്കാവാണ്ട് കിടന്നപ്പോൾ അതിൻ്റെ വില മനസ്സിലായത്. വൈകുന്നേരം ആയപ്പോൾ മോൾ ഉറങ്ങാൻ കൊണ്ടുപോയി. ഹസ്ബൻഡ് അവരിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് മെല്ലെ ഉറങ്ങും. തിരിച്ച് വന്ന് എൻ്റെ ബാക്കി പണിയും കൂടെ തീർത്തിട്ടാണ് ഞാൻ ഇനി ഉറങ്ങാൻ പോകേണ്ടത്. ക്യാബേജ് തോരൻ എന്തിനാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇതാണ് എൻ്റെ ചോറ്. ഞാൻ ചോറ് കഴിക്കാത്തതുകൊണ്ട് ഞാനിവിടെ പിന്നെ ഇത് കാണിച്ചു തരാം എൻ്റെ നെക്സ്റ്റ് ഡേത്തെ എൻ്റെ മീൽ ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന്. എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ലെമൺ റൈസ് ഉണ്ടാക്കി. അങ്ങനെ ഫിഷ് പ്രിപ്പ് ചെയ്ത് വെച്ചു. പിന്നെ ബാക്കിയെല്ലാം ചോറ് റെഡിയായി. ഇതാണ് മഷ്റൂം ദൊന്നെ ബിരിയാണി. ആൻഡ് ഇത് ഞാൻ ഉണ്ടാക്കിയ ക്യാബേജ് തോരൻ ആൻഡ് ലെമൺ റൈസ്. ഇൻസ്പെക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് ഒരാൾ. So I hope this motivates you to do some meal prep for yourself. എൻ്റെ ലൈഫ് നിങ്ങളെല്ലാവർക്കും റിലേറ്റബിൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഫുഡ് ഷോർട്സും വീഡിയോസും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സ്പെസിഫിക് കണ്ടൻറ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.